നമസ്കാരം. ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗമുള്ളവരിൽ സാധാരണയായി അവർ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രമേഹം പ്രത്യേകിച്ച് നിയന്ത്രണ വിധേയമായില്ല എങ്കിലുള്ളത് പ്രമേഹ രോഗികളിൽ സാധാരണയായി പ്രമേഹ രോഗികളിൽ എന്ന വാക്ക് തന്നെ ശരിയാണോ എന്ന് പറയാൻ വയ്യ. കാരണം പ്രമേഹം ഒരവസ്ഥയാണ്. അതിന് രോഗിയാവണമെന്നില്ല. നമുക്ക് തീർച്ചയായും നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ മാനേജ് ചെയ്ത് നമുക്കത് കുറയ്ക്കാമെന്നുള്ളതാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണക്രമീകരണം ബാക്കിയുള്ള ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഡയബറ്റീസുകളൊക്കെ നമുക്കത് മാനേജ് ചെയ്ത് പോകാമെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും പ്രമേഹം സാധാരണ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ വളരെ വേഗത്തിൽ ഉണ്ടാകുന്നതായ ദോഷങ്ങളും അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും പ്രമേഹത്തിന് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർ, അത് ഗുളിക ആയിക്കോട്ടെ ഇൻസുലിൻ ആയിക്കോട്ടെ എടുത്തുകൊണ്ടിരിക്കുന്നവരിൽ സാധാരണയായി വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് തികച്ചും വളരെ പെട്ടെന്ന് അവരുടെ ഷുഗർ ലെവൽ എന്ന് പറയാൻ താഴുകയും നമ്മുടെ പ്രമേഹ രോഗിൽ തന്നെ പ്രമേഹത്തിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷുഗർ ലെവൽ വളരെ പെട്ടെന്ന് താഴുന്നതായി കാണാം. അത് ഒരു പക്ഷേ ഇൻസുലിൻ അധികമായി എടുക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന്മേൽ കൂടുതൽ ഒരു കർശന നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നിട്ട് ഒരു പക്ഷേ ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഭക്ഷണത്തെക്കാൾ കൂടുതൽ അമിതമായി. നമുക്കറിയാം, പൊതുവെ പ്രമേഹ രോഗികളിലൊക്കെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള അവസ്ഥ കുറയ്ക്കാനായിട്ട് വ്യായാമം ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഭക്ഷണത്തെ തന്നെ കൂടുതലായി അവഗണിച്ചുകൊണ്ട് കൂടുതലായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ അവരുടേതായ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം താഴ്ന്നു പോകുന്നു എന്നുള്ളത് അറിയാം. അധികമായ വ്യായാമം അല്ലെങ്കിൽ അമിതമായ വ്യായാമം, ഭക്ഷണം കഴിക്കാതെയുള്ള തരത്തിലുള്ള വ്യായാമം, വളരെ എംറ്റി സ്റ്റൊമക്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷേ വെറും വയറ്റിൽ തന്നെ മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രമേഹ രോഗികളിൽ വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ താഴുന്നു. അതുകൊണ്ട് തന്നെ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരവസ്ഥ വരുന്നു. നമുക്ക് പലപ്പോഴും അറിയാം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വല്ലായിക തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് പോക്കറ്റിൽ എന്തെങ്കിലും ഒരു മധുരം മിഠായിയോ മറ്റോ എന്തെങ്കിലും കരുതിയിരിക്കണം എന്നുള്ളത് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത്തരം രോഗികളിൽ സാധാരണ നമുക്ക് കാണുന്നത് ഒരു പ്രശ്നമായിട്ട് വന്നാൽ വിറയൽ, തലകറക്കം, അതിനോടൊപ്പം തന്നെ അത് അമിതമായ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായി മരുന്ന് കഴിക്കുന്നതിലും അല്ലെങ്കിൽ മരുന്ന് ഇഞ്ചക്ഷനാണ് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നതിലും ആഹാരം തീരെ കഴിക്കുന്നതിലൊക്കെ ഒരു ക്രമത്തിനകത്ത് എന്തെങ്കിലും താളപ്പഴകൾ വന്നു പോയാൽ ഒരുപക്ഷെ ആ ഷുഗർ ലെവൽ താഴുകയും ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള ഒരവസ്ഥ വരികയും ചെയ്യുന്നു. വ്യായാമത്തിന് വേണ്ടി അമിതമായ വ്യായാമമായാലും ആ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് ശരിക്കും ഇൻസുലിൻ കുറവായാൽ, ശരീരത്തിൽ ഇൻസുലിൻ കുറവായി വരുമ്പോൾ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ശരീരത്തിലെ ഗ്ലൂക്കോസിനെ സെല്ലുകളിൽ തുറന്നു കൊടുക്കുന്ന ഒരു താക്കോലാണ് ഇൻസുലിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇൻസുലിൻ പലപ്പോഴും എടുക്കുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറവായി വരുമ്പോൾ ഈ ശരീരത്തിന് ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ തന്നെ ശരീരം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റിനെ, അതായത് കൊഴുപ്പിനെ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കൊഴുപ്പ് ഉപയോഗിക്കാൻ, സാധാരണ ഭാഷ പറഞ്ഞാൽ കൊഴുപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അത് സാധാരണ എങ്ങനെ വരുന്നു, നമ്മുടെ എന്താണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം തീരെ കുറയുമ്പോഴുള്ള ഒരു പ്രധാനമായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, അന്നജത്തിന് പകരം അല്ലെങ്കിൽ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഫാറ്റിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വരുമ്പോൾ ശരീരം അസിഡിക്കാവുന്നു, രക്തം അസിഡിക്കാവുന്നു. അതിനോടൊപ്പം ചില കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നത് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയും. ഈ പറയുന്ന കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇൻസുലിൻ കൂടുതലായിട്ട് എടുക്കുന്നതിനുള്ള സ്ട്രെസ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ഇൻസുലിൻ്റെ അളവ് കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള രീതിക്കാണ് ഇത് പ്രശ്നം. ഇതും ഗുരുതരമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഈവൻ രോഗിയെ തന്നെ തലകറക്കം പോലുള്ള ചെറിയ ഓർക്കാനം, ഛർദി,
അസ്വസ്ഥത, നേരത്തെ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ, മനസ്സിൻ്റെ കൺഫ്യൂഷൻ, ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ അമിതമായ രീതിക്ക് കോമ സ്റ്റേറ്റിൽ വരെ കൊണ്ടെത്തിക്കാമെന്നുള്ളതാണ്. ചില ആൾക്കാർ ചില രോഗം അല്ലെങ്കിൽ ഇത്തരം രോഗാവസ്ഥയിലുള്ളവർക്ക് നമുക്കറിയാം, പെട്ടെന്ന് തന്നെ അവർ ഇൻസുലിൻ നിർത്തി വെച്ചിട്ട് ഇത് മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പാടെ മറ്റു മരുന്നുകൾ ഇൻസുലിൻ നിർത്തി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്തില്ലെങ്കിൽ കീസോ അസിഡോസിസ് എന്നൊരവസ്ഥ ഒരുപക്ഷെ നമ്മുടെ അതിൻ്റെ അധികരിച്ച ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ അബോധാവസ്ഥയിലെത്തുന്നതിന് മുമ്പൊക്കെ നമുക്ക് വായിൽ തന്നെ ഒരു കീറ്റോണ്ട്, ഒരു മണം, ഒരു ഫ്രൂട്ടിയുടെ സ്മെല്ല് പോലുള്ള രീതിക്കൊക്കെ നമുക്ക് ഇത്തരം ആൾക്കാരിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭക്ഷണമാണെങ്കിലും മരുന്നാണെങ്കിലും എത്രമാത്രം ശ്രദ്ധയോടെ നമ്മളത് കരുതണം, പരിചരിക്കണം എന്നുള്ളത് ഒന്ന് കാര്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരം 2 കാര്യം പറഞ്ഞത്. ഇനി വളരെ പ്രധാനമായി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം, പലപ്പോഴും പല അസുഖങ്ങളും, എല്ലാ അസുഖങ്ങളും പ്രമേഹം എന്നൊരവസ്ഥ വന്നാൽ നമുക്കറിയാം ഉള്ളംകാല് തൊട്ട് നമ്മുടെ തലവരെയുള്ള എല്ലാ ശരീരാവയവങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. പല അസുഖങ്ങൾക്കും കാരണം നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹമാണ്. അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, സാധാരണ രീതിക്ക് കുറച്ച് കാലം കൊണ്ട് പ്രമേഹമുള്ളവർ നമുക്ക് സാധാരണ കണ്ടുവരുന്ന വാസ്കുലർ ഡിസീസ് എന്ന് പറയും, രക്തധമനികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. ഈ രക്തധമനികളെ നമ്മൾ ബാധിക്കുന്ന ഒരു രോഗമെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം, രക്തം നമ്മുടെ ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അധികരിച്ച അളവ് തന്നെ, രക്തത്തിലെ പഞ്ചസാരയുടെ അധികരിച്ച അളവ്, അതായത് കൂടുതൽ പഞ്ചസാരയുള്ള ഗ്ലൂക്കോസുള്ള തരത്തിലുള്ള രക്തം ധമനികളിൽ ചില പ്രതിപ്രവർത്തനങ്ങൾ നടത്തി ചില കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായി ഈ ധമനികളുടെ ഘടനയ്ക്ക് തന്നെ ശരിക്കും മാറ്റങ്ങൾ വരുത്തുവാൻ കാരണമാകുന്നു. ഈ ധമനികളിൽ തന്നെ അതിൻ്റെ ഒരു ഫാമാണ് ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. നമുക്ക് അതിലോട്ട് വരാം. ആ ധമനികളിൽ തന്നെ ഘടനകൾക്ക് വ്യത്യാസം വരുന്നു, അതിൻ്റെ ടെക്സ്ചർ മാറുന്നു, അതിൻ്റെ രൂപം മാറുന്നു, ഭാവം മാറുന്നു. ആ രീതിക്ക് വരുമ്പോൾ രക്തഓട്ടത്തിനും രക്തപ്രവാഹത്തിനും തടസ്സമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, താഴോട്ടും നമ്മുടെ വളരെ അധികരിച്ച പ്രമേഹ രോഗമുള്ള വ്യക്തികളിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ കാലിൻ്റെ താഴോട്ടൊക്കെ അവർക്ക് ഒരുതരം ഡിസ്കളറേഷൻ, ബ്ലാക്ക് കാറ്റ് ആയിട്ടുള്ള കറുത്ത ഡിസ്കളറേഷൻ, കാലിൽ കുത്തിക്കിഴപ്പ്, വേദന, തരിപ്പ്, പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ധമനികളിൽ നിന്നും താഴോട്ട് ശരിക്കും പെരിഫറിയിലോട്ട് ശരിക്കും രക്തം നേരെ എത്താത്ത ഒരു വിഷയമാണിത്. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ടൈപ്പ് 2 ഡയബറ്റീസ് രോഗമുള്ളവരിൽ. അതുകൊണ്ട് തന്നെ സ്ട്രോക്കിൻ്റെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. ടൈപ്പ് 2 ഉള്ളവർക്ക് സ്ട്രോക്കിൻ്റെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും ഇതായി കൂടുതലായി വരുന്നു. അപ്പോൾ ഈ ധമനികളിൽ ഇങ്ങനെ കേടുപാടുകൾ വരുമ്പോൾ നമുക്കറിയാം, മിക്കവാറും ധമനികൾക്കകത്ത് ഈ ഘടന വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് ഫ്ലോ ശരിയാവുന്നില്ല എന്നുള്ളതാണ്. അത് റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ എന്നാണ്. അപ്പം രക്തഓട്ടം കുറയുന്നത്, അതിനും പല കാരണങ്ങളുണ്ട്. രക്തഓട്ടം കുറയാൻ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഉള്ള പോലെ അമിതവണ്ണം ഉള്ള ആൾക്കാരിലും ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമം കുറവുള്ളവരിലും നമുക്ക് അറിയാമെന്നുള്ളതാണ്. രക്തയോട്ടം വളരെയധികം കുറയുന്നു, ചീത്ത കൊളസ്ട്രോളും അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സർവ്വസാധാരണമായി നമ്മൾ നോക്കുമ്പോൾ പ്രമേഹ രോഗികൾ, മിക്കവാറുള്ള പ്രമേഹ രോഗികളെ നോക്കുമ്പോൾ അവർക്ക് കൊളസ്ട്രോളിൻ്റെ അവസ്ഥയും കാണാറുണ്ട്. ആ കൊളസ്ട്രോളിൻ്റെ അവസ്ഥയിൽ കൊളസ്ട്രോളിനെ കുറിച്ച് ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രമേഹത്തിനെ കുറിച്ചും ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ട് മാറാത്ത പ്രമേഹമെന്ന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ലിങ്ക് കൂടെ ഇവിടെ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടി രക്തത്തിനകത്തൊരു പ്ലേക്ക് ഫോർമേഷൻ, അത് ചുരുക്കത്തിൽ ഈ രക്ത ഓട്ടത്തിൻ്റെ ഒരു ഘടനയ്ക്ക് തന്നെ ഒരു മാറ്റം വന്ന് കൂടുതലായിട്ട് അത് കട്ട പിടിക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു. രക്തധമനികളിനകത്തുള്ള വ്യാസം കുറയുകയും ബ്ലഡ് അതുവഴി പോകുന്ന, നമ്മൾക്കിപ്പോൾ ഒരു പൈപ്പുണ്ട്, പൈപ്പിനകത്ത് ചെളി കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അതിൻ്റെ വ്യാസം കുറഞ്ഞു വരുമ്പോൾ തീർച്ചയായും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം അതിനകത്ത് വഴി ഒഴുകുന്ന രക്തത്തിന് തടസ്സം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള രക്തം ഒഴുകാൻ പറ്റാതെ വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുക. ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ കൃത്യമായി രക്തം കിട്ടാതെ വരിക എന്നുള്ളൊരവസ്ഥയും വരാം. അല്ല എങ്കിൽ ഇത് കൂടുതലായിട്ട് അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്നത് കാരണം എവിടെയെങ്കിലും ഒക്കെ അത് പൊട്ടാൻ, ഈ പ്രധാന ധമനികളിൽ നിന്നും ബ്രാഞ്ചസ് ആയി തിരിഞ്ഞു വരുന്ന കൊച്ചു കൊച്ചു ധമനികളിൽ എവിടെയെങ്കിലും പൊട്ടാനുള്ള സാധ്യതയും, അങ്ങനെ അത് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹെമറേജ് ഇങ്ങനെയുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നാണ്. അപ്പോൾ വാസ്കുലർ ഡിസീസ് ഇതുകൊണ്ട് തന്നെ പലപ്പോഴും
കൈകാല് കഴപ്പ്, വേദന, പ്രയാസം, അല്ലെങ്കിൽ കാലിൽ നീര്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുന്ന പ്രമേഹം, നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. ഇനി ഏറെ എന്തിനാണ് നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരവസ്ഥയായിട്ട് നമ്മുടെ സംവേദന ശക്തി നമുക്ക് ഒന്ന് തിരിച്ചറിയാനുള്ള, പലപ്പോഴും പ്രമേഹ രോഗികളിൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെരുപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിയാൻ നിർത്തിയില്ല. കാലിൻ്റെ പാദങ്ങളിലൊക്കെ സ്പർശനശേഷി വളരെ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഡയബറ്റിക് ഫുഡ് ഒരുപക്ഷെ ഒരു വ്രണമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാലോ, അല്ലെങ്കിൽ ചെറിയ ചൂട് തട്ടുമ്പോഴോ ബാക്കി പോലും അവർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇതൊക്കെ സർവ്വസാധാരണമായി അറിയാമെന്നുള്ളതാണ്. അത് വലിയ വ്രണങ്ങളിൽ കൊണ്ടുവയ്ക്കുന്നു. അവസാനം ആ കാല് തന്നെ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന ഒരു അവസ്ഥയിലുണ്ടാണ്, ഒരു സ്ഥിതിവിശേഷമാണ്. ഇനി അതും മാത്രമല്ല, നമുക്കറിയാം, ഇനി ആ കണ്ണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിലോട്ടുള്ള രക്തയോട്ടം വളരെ കുറഞ്ഞു വരികയും അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കി. ഈവൻ കാഴ്ച, കാറ്ററാക്റ്റ്, ഗ്ലക്കോമ, അല്ലെങ്കിൽ കാഴ്ച സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗികൾ കണ്ണ് പരിശോധന കൃത്യമായി ചെയ്യേണ്ടതും പാദപരിശോധന കൃത്യമായി ചെയ്യേണ്ടതാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പ്രമേഹം നമ്മൾ നിയന്ത്രണ വിധേയമായില്ല, നമ്മളൊരു നിസ്സാരമായി കണക്കാക്കുകയാണെങ്കിൽ അത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന മാരകമായ ഗുരുതരമായ കിഡ്നി രോഗത്തിലോട്ട് കൊണ്ടുവയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്റ്റേജിൽ നിന്ന് ഒരു മൈക്രോ ആൽബുമിൻ അറിയുന്ന രക്തത്തിൽ ആൽബുമിൻ്റെ ഈ രക്തം ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്ത് ക്ലിയറാക്കേണ്ട ജോലി ലിവറിനും കിഡ്നിക്കും ഉണ്ടെന്നുള്ള രീതി ഇരിക്കെ, കിഡ്നിയിലുള്ള അരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ, അരിപ്പ് പോലുള്ള പ്രക്രിയയ്ക്ക് അതിനകത്ത് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് നമുക്ക് ശരീരം ഉപയോഗിക്കേണ്ടതായ തരത്തിലുള്ള ആൽബുമിൻ ഏത് തരത്തിലും ചോർച്ച സംഭവിക്കുന്നു. അത് വളരെ ചോർച്ച സംഭവിച്ച്, അങ്ങനെ ചോർച്ച സംഭവിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ യൂറിലൊക്കെ നമ്മൾ ആൽബുമിൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അത് മൈക്രോ ആൽബുമിനൂറിയ എന്നൊരവസ്ഥയിൽ വരുമ്പോൾ അത് ക്രമേണ ആൽബുമിൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കൂടി വരികയാണെങ്കിൽ തീർച്ചയായും അത്തരം യഥാസമയം അത് പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയില്ല, അല്ലെങ്കിൽ അത്തരം ചികിത്സകൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പലപ്പോഴും പല വ്യക്തികൾക്കും അത് ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ഭാഗമായി അവർക്ക് ഡയാലിസിസ് പോലും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ഭാഗമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രോക്ക്, ഹൃദ്രോഗം, ഈവൻ കൊളസ്ട്രോൾ, ഞാൻ പറഞ്ഞു ഹൈ കൊളസ്ട്രോൾ ആവുക, കൊളസ്ട്രോളിൻ്റെ ഇത് വാസ്കുലർ ഡിസീസ് എന്നുള്ളത് കണ്ണിനെ സംബന്ധിച്ച് ബാധിക്കുന്നു, കാലിനെ ഡയബറ്റിക് ഫുഡിനെ സംബന്ധിച്ച് ബാധിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കിഡ്നിയെ ബാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ ആധികാരികമായി പറയാനുള്ളത്, പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള തരത്തിൽ പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി കുറവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ തന്നെ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസ്ഫങ്ഷൻ. നമുക്ക് കൃത്യമായും ഇതൊക്കെ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഈ സന്ദേശം നാഡികൾക്ക് ക്ഷയം സംഭവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതുകൊണ്ട്, അതിൻ്റെ കണക്ഷൻ ശരിയല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ പുരുഷലിംഗത്തിലോട്ട് ഇരച്ചു കയറേണ്ട രക്തത്തിൻ്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം നമുക്ക് കൃത്യമായി കിട്ടാതെ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും നല്ലൊരു ശതമാനം പ്രമേഹം ഉള്ള ആൾക്കാരിലും ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹമാണ് എങ്കിൽ തീർച്ചയായും ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് ഇത്തരം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള രീതിക്ക് വരുന്നു. ഇനി എന്തിനേറെ കൂടുതൽ പറയണം, ഈവൻ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസ് പോലും, വിരലിൻ്റെ ഇടയിലുള്ള ഇൻറ്റർറ്റിഗോ പോലുള്ള വളങ്കടി പോലുള്ള അസുഖങ്ങൾ, കാലിൻ്റെ തുടയിടുക്കുകളിലും ബാക്കിയുള്ള സ്കിന്നിൻ്റെ ഇടയിലുള്ള ഫംഗസിൻ്റെ, അല്ലെങ്കിൽ ചില പുരുഷന്മാരിൽ അഗ്രഹത്തുണ്ടാകുന്ന തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ പ്രമേഹ രോഗികളിൽ വളരെ സർവ്വസാധാരണമായി കാണുന്നു. തീരാത്ത അവസ്ഥയിൽ ഓരോ സിസ്റ്റത്തിനെയും ബാധിക്കുന്നു. കണ്ണിനെ ബാധിക്കുന്നു, വൃക്കകളെ ബാധിക്കുന്നു, കൈയിനെ ബാധിക്കുന്നു, ഞരമ്പുകളെ ബാധിക്കുന്നു. ഇങ്ങനെ ഓരോ തരത്തിലും ഉള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതെ വരുമ്പോഴാണ് ഇത് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ ABC എന്നുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിന് HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സാധാരണ 3 മാസത്തിലൊരിക്കൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കറക്റ്റായി നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനുള്ള HbA1c എന്നുള്ളത് ഒരു 3 മാസം കൂടെ ഒരു
ഒരു പരിശോധന കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. ബ്ലഡ് പ്രഷർ നമ്മൾ കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. കൊളസ്ട്രോൾ വേണ്ടതാണ്. അതിന് നമ്മൾ വളരെ നിസ്സാരമായി കണക്കാക്കാതെ ഇത്തരം കാര്യങ്ങൾ വളരെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും അതുകൊണ്ട് എന്നാൽ വ്യക്തമായും നല്ല രീതിക്ക് നിയന്ത്രണ വിധേയമായ പ്രമേഹമാണെങ്കിൽ ആ വ്യക്തിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അമിതമായ ഭാരം, കൃത്യമായ വ്യായാമം, കൃത്യമായ രീതിക്കുള്ള ഭക്ഷണം കഴിക്കാൻ, മനസ്സ് സന്തോഷമാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉറക്കം, അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രമേഹം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാമെന്നുള്ളതാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.